ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ പാചകം തുടങ്ങാൻ പോവുകയാണ്. 1:30 മണിയായി. 2:30 മണിയാകുമ്പോൾ പാചകം റെഡിയാക്കണം. എൻ്റെ ചേട്ടൻ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ലിയർ ഉണ്ടോ എന്തോ കേട്ടോ. ചേച്ചി ബാക്ക് ക്ലിയർ ഉണ്ടോ എന്തോ. ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ഐറ്റം മീനാണ് കണ്ടോ. ചൂരയും നവര ഞാൻ ഇന്ന് വെക്കുന്നില്ല കേട്ടോ. ചൂര മാത്രമേ കറി വെക്കുന്നുള്ളൂ. അപ്പം മീനിന് അരച്ച് കറി അടുപ്പിൽ വെച്ചതിന് ശേഷം മീൻ കട്ട് ചെയ്യുക. അരയ്ക്കുന്ന കൂട്ടൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നത് ആണല്ലോ. പ്രത്യേകിച്ച് മീനിനെ അരക്കണതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അരച്ചൊക്കെ എടുത്ത് വന്നതിന് ശേഷം മീൻ കട്ട് ചെയ്യുക. കുഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. 10-15 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ഒരു മുഷിച്ചിലായിരിക്കും. ഒരു 5-6 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാനും തീർത്ത് കാണുമല്ലോ. അതുകൊണ്ട് ചേച്ചി ഒരു 5-6 മാക്സിമം ഒരു 10 മിനിറ്റ്, അതിനപ്പുറം പോകില്ല കേട്ടോ. അരയ്ക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് നിന്നാലേ സമയം പോകും. അപ്പം ഞാനിത് അരച്ചെടുക്കട്ടെ. അരച്ച് കറി കലക്കി അടുപ്പി വെച്ചതിന് ശേഷം മീൻ കട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് മീൻ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറി തിളയ്ക്കും. പെട്ടെന്ന് കറിയാവും കേട്ടോ. അപ്പം ചേച്ചി അരച്ചെടുത്തിട്ട് വന്ന് പിന്നുള്ളത് കാണാം. ഞാൻ മീനിൽ അരച്ചെടുത്തോണ്ട് വന്നേ. കാണാൻ പറ്റുമല്ലോ. ഫ്രണ്ട് ക്യാമറ വെക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖം ക്ലിയർ കാണും. പക്ഷേ പാചകമൊന്നും നമ്മൾ ചെയ്യുന്നത് കാണാൻ പറ്റൂല. ബാക്ക് ക്യാമറ ആണെങ്കിൽ എൻ്റെ മുഖം കറുകറായിരിക്കും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണ്ടേ. അതുകൊണ്ടാണ് ഇപ്പം ബാക്ക് ക്യാമറ ചെയ്യണം. അതിൽ എൻ്റെ ഫേസ് കറുകറായിരിക്കും. കറക്റ്റ് കളർ കാണിക്കും. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ കലക്കി അടുപ്പിലോട്ട് വെക്കാം. അവിടെ വെക്ക, അങ്ങ് വെക്ക്. ഇതിലെ മീൻ കറി വെക്കാനോ ഒഴിച്ചറി വെക്കണോ? മീൻ കറി മതിയോ ഒഴിക്കാൻ വെക്കണോ? എന്താ ചെയ്യ? ഒരിടക്കിന് ജോലി കഴിഞ്ഞിട്ടേ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് സുഖം. അല്ലെ പിന്നെ ജോലി ചെയ്യുമ്പോൾ ഞാനങ്ങ് മിണ്ടാണ്ട് വെക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂല. കറി അടിച്ചിലായിട്ടുണ്ട്. വെള്ളം കൂടുന്നുണ്ടോ? ഞാൻ പരിപ്പ് കറി വെച്ചില്ലേ. പരിപ്പ് കറി വെച്ചെല്ലാത്തിരി വെള്ളം കൂടിപ്പോയി കേട്ടോ. ഇന്ന് ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. പരിപ്പ് കറിക്ക് വെള്ളം കൂടിയിട്ട് എന്നിട്ട് പറയണ് ഫോണിൻ്റെ ഇതാണ്, ക്യാമറയുടെ ഇതാണ് എന്നൊക്കെ ഞാൻ തള്ളി മറിച്ചെന്നാണ് പറയണത്. അപ്പം അവരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. നമ്മളെ പാചകം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞാൻ കരുതി നിത്യവും നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും വീഡിയോ ആയിട്ട് പകർത്താം, നിങ്ങളെ മുന്നിൽ എത്തിക്കാം. തക്കാളി പകുതി ഇട്ട് കൊടുക്കാം. പകുതി ഒഴിക്കാൻ വെക്കുകയാണെങ്കിൽ ഒഴിച്ചു കയറി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. തേങ്ങ ഉള്ളത് കൊണ്ടാണ്. തേങ്ങയൊക്കെ വാങ്ങിച്ചരക്കുകയാണെങ്കിൽ
ആ കറിയൊന്നും നമ്മൾ വെക്കൂല. ഇപ്പൊ നമുക്ക് തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഒഴിക്കാനൊക്കെ വെക്കുന്നുണ്ട്. തേങ്ങ വാങ്ങിച്ചരക്കുകയാണെങ്കിൽ ഈ കറിയൊക്കെ ഞാൻ ഒഴിവാക്കിയത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് വെക്കാം, എന്തോ ചീരയും കൂടെ വെക്കാം. ചീനച്ചട്ടിയുടെ ചട്ടിയെ കാണാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മളെ കുഞ്ഞടുക്കളയുണ്ട്. ഒരെണ്ണം വെച്ചാൽ ഒരെണ്ണം കാണാൻ പറ്റത്തില്ല. രാവിലെ ഇവിടെ വെച്ചിട്ട് പോയതാണ്. എവിടെ പോയി ഇനി അത് ഫ്രിഡ്ജിലിരിക്കണമെന്നോ. രാവിലെ ചമ്മന്തിക്കറി വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോയി. എൻ്റെ ചേട്ടൻ അതോടൊപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതെടുത്തിട്ട് വരട്ടെ. ഞാൻ ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചീര ഇട്ട് കൊടുക്കാം. കാണാൻ പറ്റുമോ തോന്നുന്നു. എല്ലാം കാണുന്നുണ്ടോ? മിണ്ടാതെ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം കഴിയുമ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതി. പാചകവും കൂടെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ബുദ്ധിമുട്ടാവും. അരി എടുത്തോണ്ട് നിൽക്കും. അരി റൈസ് കുക്കറിൽ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അത് വടിക്കണം. അരപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം അത് ഇവിടെ നിന്ന് വേവട്ടെ. മീൻ കട്ട് ചെയ്യണം. മീൻ കട്ട് ചെയ്യുന്നതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. മീൻ കട്ട് ചെയ്യാൻ കൂടെ കാണിക്കാൻ പറ്റണേ കാണിക്കാം സുഹൃത്തുക്കളെ. നമ്മളെ വീഡിയോക്ക് ലെന്ത് കൂടുമെന്നുള്ളൊരു സംശയം. വീഡിയോക്ക് ലെന്ത് കൂടുമുണ്ട്. വീഡിയോക്ക് ലെന്ത് കൂടുന്നുണ്ടോ ഉണ്ട് നോക്കട്ടെ. നിങ്ങളെ കൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്. ഞാൻ എങ്ങനെയാ മീൻ കട്ട് ചെയ്യണമെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുമല്ലോ. കത്തിരി വെച്ച് വെട്ടുമ്പോണ്ടല്ലോ മീൻ ഉടഞ്ഞു പോകുന്നു. കൈ ചേർന്ന് മണ്ണുമില്ല, കൈ ചേർവുന്നു. മീനിന്റെ മണം അടിക്കണ്ട. അതിനുമ്പേ പൂച്ച മേയാന്ന് പൂച്ച വെച്ചോണ്ടിരിക്കണം. കറി വെക്കാൻ മാത്രമുള്ളത് ഞാൻ പൊളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി പൊരിക്കാനുള്ളത് ഒന്നും ചെയ്യുന്നില്ല.
കാര്യമില്ല, ഒന്ന് വെച്ച നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുക്കായിട്ട് കൊടുക്കും. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മീൻ കട്ട് ചെയ്ത് ഇന്നത്തെ കൂടെയൊക്കെ കാണിച്ചതുകൊണ്ട് വേറെ ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. വീഡിയോക്ക് ലെന്ത് കൂടിക്കൊണ്ട് നിൽക്കും. കൂടുതലും വറുക്കാൻ തന്നെ എടുത്ത് കേട്ടോ. പേരിന് മാത്രമേ ഞാൻ കറിക്ക് എടുത്തുള്ളൂ. കൂടുതലും വറുക്കാൻ തന്നെ എടുത്തു. തോരനും കൂടെ ഒന്ന് കോരി മാറ്റാം. കീര ചുമന്ന കീരയുണ്ട്, പച്ച കീരയുണ്ട് കേട്ടോ. 2 ഐറ്റം കീരയാണ്. കീരയാണോ ചേമ്പലയാണോ എന്തോ അറിയത്തില്ല. എന്തൊക്കെയോ ഉണ്ട് ചേർത്ത. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ നിന്ന് കീരയും ചേമ്പലയായിരിക്കും. കീരയും ചേമ്പലയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ കൃഷി ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. കൂടുതലൊക്കെ കാണിച്ചുകൊണ്ട് നിന്ന് വീഡിയോക്ക് ലെന്ത് കൂടും. എല്ലാവരും വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ പൊരിക്കാൻ ഇട്ടേക്കുന്നു. ചീര തോരൻ വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കറി കഴിക്കാൻ എനിക്കിനി വയ്യ. ഉള്ള കറിയും കൂട്ടി കഴിക്കട്ടെ. ഒഴിച്ചു കറിയും കൂടെയൊക്കെ വെച്ച് വരുമ്പോൾ താമസിക്കും. എനിക്ക് വയ്യ.